ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒരു 3D ബോട്ടിൽ ആർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മൗൾഡിങ് ക്ലേ ഒക്കെ വേണ്ട. ഇതിന് മൗൾഡിങ് ക്ലേൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനമായിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോട്ടിലിന് നമ്മൾ ബ്ലൂ കളറ് കൊടുക്കുകയാണ്. അത് ബ്ലൂ കളർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ബ്രഷിനേക്കാൾ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു സ്പഞ്ച് വെച്ചിട്ട് ടാപ്പ് ചെയ്യുക എന്നാണ്. ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് കളർ ചെയ്യുക എല്ലാ വശത്തും. ഇനി ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ, അടക്കയുടെ തൊണ്ട്. അപ്പോൾ നമ്മൾ ഈ അടക്കയുടെ തൊപ്പി നമ്മൾ കളയുന്നില്ല. നമുക്ക് വേറൊരു ബോട്ടിൽ ആർട്ട് കൂടി ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത്, ഈ അടക്കയുടെ തോട് നമ്മൾ ഇങ്ങനെ എടുത്ത് അതിൻ്റെ പുറകു വശം നല്ല രീതിയിൽ സോഫ്റ്റാക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലും ഉണ്ടാവും ഒരു ഹാർഡായിട്ടുള്ളൊരു പാട്ട്. അതൊക്കെ നന്നായിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സോഫ്റ്റാക്കി എടുക്കാവുന്നതാണ് എളുപ്പത്തിൽ കേട്ടോ. എന്നിട്ട് അതിൽ നിന്നൊരു പോർഷൻ എടുക്കുക. നമ്മളൊരു പെറ്റലിനൊക്കെ വേണ്ട ഒരു സൈസിൽ ഒരു പോർഷൻ എടുത്തിട്ട് അതിൻ്റെ പുറകു വശം അറ്റത്ത് നിന്ന് നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് ചീന്തിയെടുക്കാൻ സാധിക്കും. ഇനി അതിന്ന് വീണ്ടും നിങ്ങൾക്ക് ഒരു സൈസ് പെറ്റൽസിൻ്റെ സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അല്ല, ഇനി നിങ്ങൾക്ക് വലിയ സൈസാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നമ്മളതൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കതൊരു പൂവാക്കി എടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു പൂവിൽ നമ്മളൊരു 5 ഇതളോ 6 ഇതളോ നമുക്ക് എടുക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കുറേ പെറ്റൽസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു തൊണ്ടിൽ നിന്ന് തന്നെ നമുക്കൊരു 5-6 പെറ്റൽസ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ പെറ്റൽസ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് കുറേ പെറ്റൽസ്. ഓക്കെ, ഈ അടയ്ക്കാത്തോണ്ട് കളയരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഞാനൊരു വേറൊരു ബോട്ടിലും കൂടി കാണിച്ചു തരുന്നുണ്ട്. അത് ഇതിലും രസമായിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ അടയ്ക്കയുടെ തൊപ്പി ഞാനവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ബോട്ടിൽ ചെയ്യാൻ വേണ്ടി ആവശ്യം വരും. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ ലീഫും കട്ട് ചെയ്തെടുക്കുക. ലീഫിൻ്റെ ഷേപ്പിലും ഇതേപോലെ ഒരു വളരെ ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു സൈസിൽ മാത്രം എടുത്താൽ മതി. എന്നിട്ട് അത് ചെറുതായിട്ട് ഇതേപോലെ ഒരു പെറ്റലിൻ്റെ രീതിയിൽ തന്നെ നമുക്കൊരു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ലീഫിൻ്റെ ആ ഒരു ഫിഗറിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നീണ്ട രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കളർ ചെയ്യാം ഈ പെറ്റൽസിൽ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിങ്ക് കളറ്. നിങ്ങൾക്ക് ഏത് ഫ്ലവറിന് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടയ്ക്കത്തൊണ്ടിൽ ഡയറക്റ്റ് നമുക്ക് ഒരു കൺസിസ്റ്റൻസി കൂടുതൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു പെയിൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ കുറച്ചെടുക്കണം. അപ്പോൾ ഒരല്പം വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ പെറ്റൽസിലൊക്കെ കളർ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതാ ഒരു തുള്ളി വെച്ചിട്ട് ആ പിങ്ക് കളറൊന്ന് ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ഇതേപോലെ ലാസ്റ്റ് ആ ഒരു പെറ്റലിൻ്റെ ആ ഒരു എൻഡിങ് ആ ഒരു സെക്ഷനിൽ പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിൽ ഞാൻ വേറൊരു കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പെറ്റൽസിനും ഇതുപോലെ കളർ കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ പെറ്റലിന് 2 കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഭാഗത്ത് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് കളർ എടുക്കുക. ഒരല്പം വെള്ളം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് വെള്ളമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് വേണ്ടത്ര കളറ് കിട്ടുകയില്ല. അപ്പോൾ നന്നായിട്ട് വൈറ്റ് കളറ് അവിടെയും നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതുപോലെ 2 ഷെയ്ഡായിട്ട് വരും നമ്മുടെ പെറ്റൽസ്. അങ്ങനെ എല്ലാ പെറ്റൽസിനും നമ്മൾ കളർ കൊടുക്കുക. നമ്മളിപ്പോൾ ഈ വയലറ്റ് കുപ്പിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്ത കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പിങ്കും വൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഒന്നും കൂടി കൂടുതൽ ഒരു ഗ്ലോസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റാലിക്കിൻ്റെ അക്രിലിക്കിൽ തന്നെ മെറ്റാലിക് പെയിൻറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അതില്ലെങ്കിലും നമ്മുടെ ഫ്ലവറൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ 2 കളർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് മജന്ത കളറും പിന്നെ ഒന്ന് വൈറ്റ് അല്ലെങ്കിൽ സിൽവർ മെറ്റാലിക് കളറും.
ഫ്ലവേഴ്സാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു 15 പെറ്റൽസ് എങ്കിലും വേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത് കാണാം. ഞാൻ ഈ പെറ്റൽസിന് പൂവ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂവ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഒരു ഡാർക്ക് ഒരു കളർ കൊടുക്കാം നമുക്ക്. ഞാനിവിടെ റെഡാണ് കൊടുക്കുന്നത്. റെഡല്ല, ഒരു ഏകദേശം ഒരു റെഡും അല്ല മെറൂണും അല്ല, അങ്ങനത്തെ ഒരു കളർ, കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ കൊടുക്കുക. അത് നമ്മൾ കളർ ചെയ്ത് അവിടെ വയ്ക്കാം. എത്ര ഫ്ലവറാണ് നിങ്ങൾ കുപ്പിയിൽ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ അടയ്ക്കാത്തൊപ്പി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണമാണ് എടുക്കുന്നത്. പക്ഷേ 4 എണ്ണം ഇൻ കേസ് നമുക്ക് ഇനി എന്തെങ്കിലും ഫ്ലവർ ഒട്ടിക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒട്ടിക്കും. ഓക്കെ, അപ്പോൾ ബോട്ടിലെടുക്കുക. സിമ്പിളാണ് കേട്ടോ, ഇതൊരു പണിയില്ല. ഇനി പെറ്റൽസ് എടുക്കുക. ഇനി നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഗം വെച്ചിട്ട് ഒട്ടിക്കാനാണ്. അപ്പോൾ ഗം എന്ന് പറയുമ്പോൾ ഫെവിക്വിക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ അത് പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. യൂസ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കുപ്പി നമ്മൾ ജസ്റ്റ് കിടത്തിയിട്ട് നമ്മൾ അത് ഗം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ സൂപ്പർ ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ജസ്റ്റ് നമ്മളിതാ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ ആ പെറ്റൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പെറ്റൽസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ നമ്മൾ മറ്റു ഫ്ലവേഴ്സും ബോട്ടിൽ ചെയ്തെടുക്കാം. ഇവിടെ 3 ഫ്ലവേഴ്സ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവറിനൊരു സ്പേസ് ഞാൻ കാണുന്നില്ല. ഇനി നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ചിട്ടുള്ള അടയ്ക്ക കുപ്പി നമ്മൾ ആ ഫ്ലവറിൻ്റെ നടുക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഏകദേശം നമ്മുടെ ഒരു ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നടുക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ബീഡ്സും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ബീഡ്സ് അത് ഗോൾഡൻ കളർ ബീഡൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ വർക്ക് ചെയ്യുന്നതിനായിട്ട് എടുക്കില്ലേ, അങ്ങനത്തെ ബീഡ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 3D ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് വേണമെങ്കിൽ ഒരു റിബണും കൂടി കെട്ടിയാൽ കുറച്ചും കൂടിയൊക്കെ ഒരു ഭംഗിയായിരിക്കും. റിബണില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ഫ്ലവേഴ്സ് ഇട്ടാലും മതി. ഞാൻ ജസ്റ്റ് ഈ കുപ്പി ഇങ്ങനെ ഫ്ലവറൊന്നും ഇല്ലാതെ വെക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിനാണ് ഞാൻ അത് പ്ലെയിൻ ആയിട്ട് കെടുക്കണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റിബൺ കെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിബൺ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബോട്ടിലും കൂടി എങ്ങനെയാണുള്ളത്, വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പെറ്റൽസിൻ്റെ കട്ടിങ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാ ഒരു സിഗ്സാഗ് മോഡലാണ്, അല്ലെങ്കിൽ നമ്മളൊരു പല്ലിൻ്റെയൊക്കെ ഷേപ്പിലാണ് നമ്മൾ ഈ ഇതളിൻ്റെ മുകൾ വശം വെട്ടിയിട്ടുള്ളത്. നോക്കി നോക്കൂ, ഇതേപോലെ ഒരു പല്ലൊക്കെ പോലെ, അല്ലെങ്കിൽ ഒരു സിഗ്സാഗ് ഒരു ടൈപ്പായിട്ടാണ് നമ്മൾ പെറ്റൽസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് പെറ്റൽസ് റെഡിയാക്കുക. ഇവിടെ നമ്മൾ ഫ്ലവർ ഷേപ്പിലല്ല, ജസ്റ്റ് ഇങ്ങനെ ഒറ്റ ഒരു പെറ്റലായിട്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്കാണ് നേരത്തെ ഞാൻ ലീഫ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ നമ്മൾ വേറെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുക.
കുറച്ച് തിന്നായിട്ടുള്ള ഒരു ഭാഗം ലീഫ് പോലെ കട്ട് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് കളർ ചെയ്യുക എന്നുള്ളത് കാണിക്കാം. അതായത് വേറൊരു കളർ കോമ്പിനേഷനാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മളൊരു വൈറ്റ് കളറ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഓറഞ്ച് കളർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓറഞ്ച് കളറിൻ്റെ ആ ഒരു കൂടെ ആ ഒരു എന്താ പറയുക, അതൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് മാറും, ഒരു കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡാർക്കായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ട് ചെയ്യാം. പക്ഷെ 2 ഷെയ്ഡായിട്ട് ചെയ്യുമ്പോൾ ഒരു കളർ ലൈറ്റും ഒരു കളർ എപ്പോഴും ഡാർക്ക് കളറാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ പെറ്റലിൻ്റെ അടിഭാഗം ഓറഞ്ച് കളറ് ഷെയ്ഡ് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് കഴിഞ്ഞു. ഇനി അതിൻ്റെ ടോപ്പിൽ വേറൊരു കളർ കൊടുക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ റെഡ് കളറാണ് എടുത്തുള്ളത്. റെഡ് വെള്ളം കുറച്ച് ഒരു അല്പം 1-2 തുള്ളിയൊക്കെ കുറച്ച് മതി കേട്ടോ, വെള്ളം അധികം ആവരുത്, ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കുറച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ പെറ്റലിൻ്റെ ടോപ്പ് വശത്ത് പെയിൻറ്റ് ചെയ്യുക. ഇനി ലീഫിനായിട്ട് നമ്മൾ 2 കളറാണ് എടുക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീനും അതുപോലെ ഒരു കുറച്ച് ഡാർക്ക് ഗ്രീനും കേട്ടോ. അത് ഇതേപോലെ ലൈറ്റ് ഗ്രീനിലും ഡാർക്ക് ഗ്രീനിലും നമ്മൾ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ നേരത്തെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിന് ഒക്കെ കളർ കൊടുക്കുക. അപ്പോൾ ആ ലീഫിൻ്റെ ടോപ്പ് ഭാഗത്ത് ഡാർക്ക് ഗ്രീനും അതേപോലെ അതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളൊരു ലൈറ്റ് ഗ്രീനുമാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നമുക്ക് ആ ഒരു 3D എഫക്റ്റ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായ ഒരു രീതിയിൽ കുറച്ചുകൂടി ഭംഗിയിൽ നമുക്കത് കിട്ടും 2 ഷെയ്ഡായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ബോട്ടിൽ നമ്മൾ നേരത്തെ ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കളർ ബോട്ടിൽ നമ്മൾ ചെയ്ത പോലെ വേറൊരു ബോട്ടിൽ നമ്മൾ ഒരു മഞ്ഞ പെയിൻ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ എടുക്കുക, നമ്മുടെ പെറ്റൽസിന് മാച്ച് ചെയ്തായിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ എടുക്കുക. വൈറ്റ് അടിച്ചാലും ഭംഗിയായിരിക്കും. അപ്പോൾ പെറ്റൽസ് കുറച്ചൊരു ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് നമ്മൾ ബോട്ടിലിന് ഒരു ലൈറ്റ് കളർ കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതേപോലെ പെറ്റൽസ് ഒട്ടിച്ചെടുക്കുക. പെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റലായിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഒരു പെറ്റൽ ഇങ്ങനെ ഒട്ടിച്ച് പിന്നെ അതിൻ്റെ ഇരുവശത്തും ഗ്രീൻ ആ ഒരു ലീഫ് കൊടുക്കുക.
ഓക്കെ, അപ്പം നമ്മുടെ ബോട്ടിലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ബോട്ടിലും നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ഒരു 3D ബോട്ടിൽസ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.